ഡാറ്റ എവിടെ? തെളിവെവിടെ? ഇന്നലെ വൈകിട്ട് മലയാളത്തിലെ നമ്പർ 1 ചാനൽ സംഘടിപ്പിച്ച അന്തിച്ചർച്ചയിലെ അവതാരകൻ ആരോ പറഞ്ഞു കൊടുത്തിട്ട് ചോദിക്കുന്നത് പോലെ ചോദിച്ചുകൊണ്ടേയിരുന്ന ചോദ്യം. അവസാനം അവതാരകൻ ചർച്ച അവസാനിപ്പിച്ചത് പാലാ ബിഷപ്പ് വിടുവായത്തരം വിളിച്ചു പറഞ്ഞതാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ്. ആ ചാനൽ അവതാരകനോടും ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന അനേകരോടും ചോദിക്കാനുള്ളത് ഒരു മറുചോദ്യമാണ്. കേരളത്തിൽ തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ട് എന്ന് പറഞ്ഞ പോലീസ് മേധാവിയോട് ആരെങ്കിലും ഡേറ്റ ചോദിച്ചോ? എന്തുകൊണ്ട് അതിനെതിരെ കേസ് എടുത്തില്ല എന്ന് ചോദിച്ചോ? കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ലവ് ജിഹാദ് കേസുകളുടെ ഡേറ്റ ചോദിച്ച അതേ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ നാർക്കോട്ടിക് ജിഹാദിന് പോലീസ് കേസെടുത്തതിന്റെ ഡേറ്റ ചോദിക്കുന്നു. കേരള പോലീസ് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് ആരും ചോദിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, കേസെടുത്താലല്ലേ ഡേറ്റയും തെളിവും ഉണ്ടാകൂ എന്ന്. ഇനി 100-ൽ 1 കേസ് കയ്യിൽപ്പെട്ടാലും ആ കേസ് പോലീസ് ഡയറി അനുസരിച്ച് മറ്റേതെങ്കിലും പേരിലായിരിക്കും FIR തയ്യാറാക്കിയിരിക്കുകയെന്ന്. അതുകൊണ്ട് മാധ്യമങ്ങൾക്കും അവരെ കൊണ്ട് ആ ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്നവർക്കും ധൈര്യമായി ചോദിച്ചുകൊണ്ടേയിരിക്കാം. ഡേറ്റ എവിടെ? തെളിവെവിടെ? പോലീസ് മേധാവിയുടെ ശ്രദ്ധയിൽപ്പെട്ട അത്യന്തം ഗുരുതരമായ കാര്യങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയോ ഭരണ നേതൃത്വത്തിന്റെയോ ശ്രദ്ധയിൽ വരാത്തത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യം ഏതെങ്കിലും ഒരു പ്രമുഖ മാധ്യമമോ രാഷ്ട്രീയ നേതൃത്വമോ ചോദിച്ചതായി നമ്മൾ കേട്ടോ? അഫ്ഗാനിസ്ഥാനിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ മയക്കുമരുന്നുകളും ലക്ഷദ്വീപ് വഴി കേരളത്തിലെത്തിച്ച് കേരളത്തിൽ സുലഭമായി വിറ്റഴിക്കുന്നുവെന്ന് ആർക്കാണ് അറിയാത്തത്? ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഈ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും ഇതിനെ സംബന്ധിച്ച് ഡേറ്റ ചോദിച്ചോ? ഇവയെ സംബന്ധിച്ച് പോലീസ് കേസുകളുടെ വിശദാംശങ്ങൾ നിയമസഭയിലോ പുറത്തോ ആവശ്യപ്പെട്ടോ? ഉത്തരം ലളിതമാണ്. ഡേറ്റയും തെളിവുമല്ല അവർക്ക് വേണ്ടത്. പകരം ഡേറ്റ എവിടെയെന്നോ തെളിവ് എവിടെയെന്നോ ചോദിച്ച പുകമറ സൃഷ്ടിച്ച് ഇക്കാര്യങ്ങൾ ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കുക. അങ്ങനെ ഈ ദിവസങ്ങളിൽ പുറത്തു വന്ന ചില നഗ്ന സത്യങ്ങളെ വീണ്ടും ഇരുട്ടറയിൽ അടയ്ക്കുക. പക്ഷെ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു മാധ്യമങ്ങളെ, രാഷ്ട്രീയ നേതൃത്വങ്ങളെ. അതിനും ഡേറ്റ വേണോ? തെളിവ് വേണോ? തരാം. മറ്റെങ്ങും പോകണ്ട. നിങ്ങളുടെ ഫേസ്ബുക്ക്, യൂട്യൂബ് പേജുകളിൽ വിവിധ മതസ്ഥരായ വ്യക്തികളിട്ട കമന്റുകളാണ് കാലം മാറി എന്നതിന് തെളിവ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. അഡ്വക്കേറ്റ് ജയശങ്കർ ഇന്നലെ മാതൃഭൂമി ചാനലിൽ പറഞ്ഞതുപോലെ അഭിമന്യു കല്ലറങ്ങാട്ട് പിതാവ് അങ്ങനെ വെറുതെ ഒന്നും വിളിച്ചു പറയുന്ന വ്യക്തിയല്ല. വ്യക്തമായ പഠനങ്ങളുടെയും ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. നിങ്ങൾ ചോദിച്ച ഡേറ്റകളും തെളിവുകളും കൊടുക്കേണ്ട സമയം വരുമ്പോൾ കൊടുക്കാൻ കടപ്പെട്ട അധികാരികളുടെ മുൻപിൽ അദ്ദേഹമോ അദ്ദേഹത്തോട് ബന്ധപ്പെട്ടവരോ എത്തിക്കുകയും ചെയ്യും. അതുവരെ ചുമരിലിരുന്ന് പല്ലി ചിലയ്ക്കുന്നത് പോലെ ചില മാധ്യമങ്ങളും അവരെ സ്പോൺസർ ചെയ്യുന്നവരും ചിലച്ചുകൊണ്ടേയിരിക്കും. ലവ് ജിഹാദോ നാർക്കോ ജിഹാദോ? തെളിവെവിടെ? ഡേറ്റ എവിടെ? അവസാനമായി ഒരു വാചകം വീണ്ടും ആവർത്തിക്കട്ടെ. കല്ലറങ്ങാട്ട് പിതാവ് വിടുവായത്രം പറഞ്ഞതല്ല. ജാഗ്രത.